സർ, ബഹുമാനപ്പെട്ട രാജേഷ് മന്ത്രിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം മന്ത്രിയാകുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാർ, ഇവിടെ പ്ലാച്ചിമടയിൽ കൊക്കക്കോളയെ പൂട്ടിച്ചത് ആരായിരുന്നു സാർ? ആരായിരുന്നു സാർ സമരം ചെയ്തത്? അവിടുത്തെ ഉന്നയിച്ച വാദം എന്തായിരുന്നു? ആ പ്രദേശം മഴനിഴൽ പ്രദേശമാണ്, കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. അത് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് എന്ത് വാശിയാണിപ്പം? ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എന്ത് വാശിയോടെയാണ് സംസാരിക്കുന്നത്? എനിക്ക് ദുഃഖമുണ്ട് സാർ, എനിക്ക് ദുഃഖമുണ്ട് സാർ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ള, തൊട്ടപ്പുറത്ത് മലബാർ ഡിസ്റ്ററീസ് ഉണ്ടല്ലോ, 3 വർഷമായി പണമടച്ച് കാത്തിരിക്കുകയാണ് വെള്ളം കിട്ടാൻ. അവർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് പലതും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അവിടെ പണമടച്ച് 3 വർഷമായി കാത്തിരിക്കുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ വല്ലവരുടെയും കുഞ്ഞിനെ നോക്കുന്ന ഈ നിലപാട് ശരിയാണോ സാർ? മാത്രമല്ല, അവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ പറ്റി പറഞ്ഞ 1-2 കാര്യം കൂടെ ഉണ്ടല്ലോ. അവിടെ അഹല്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ അവരെത്ര കോടി മുടക്കിയാണ് അവിടെ മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് അവർക്ക് ചെയ്യാൻ കഴിയുമോ? 26 ഏക്കർ ചെയ്യാൻ കഴിയുമോ? 600 ഏക്കർ സ്ഥലത്താണ് അവർ പ്രവർത്തിക്കുന്നത്. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു അഹല്യയിൽ? 26 ഏക്കർ ഉള്ള ഈ സ്ഥലത്ത്, അതും നിരവധി ഏക്കറുകൾ ഇനിയും കൺവെർട്ട് ചെയ്യണം, ഭൂമിയായി കൺവെർട്ട് ചെയ്യണം, ഭൂപരിഷ്കരണ നിയമത്തെ ലംഘിക്കണം. അതോടൊപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവിടെ വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത്. സാർ, ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. ഹൈക്കോടതിയുടെ വിധിയുണ്ട്, പാലക്കാട്ടെ കർഷകർക്ക് വെള്ളം കൊടുത്തിട്ട് മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കാവൂ എന്ന്. ഉമ്മൻചാണ്ടി കിൻഫ്രയ്ക്ക് കൊടുത്തത് ഭൂമി ഉണ്ടാക്കാനല്ല, അവനായിരുന്നില്ല. എൻ്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവിടുത്തെ പാലക്കാട്ടെ കർഷകരും സാധാരണക്കാരും കുടിവെള്ളത്തിനും കൃഷിയുടെ ആവശ്യത്തിനും വേണ്ടി, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഇത്ര നിർബന്ധം എന്തിനാണ് ഗവൺമെന്റിന്? ഒയാസിസ് കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് 6 മദ്യ പ്ലാന്റുകൾ ആരംഭിക്കാൻ എന്നുള്ളതാണ്. ഈ മുതിർന്ന അംഗങ്ങൾ തന്നെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ ചെയർ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ആദ്യം അദ്ദേഹം കൊക്കക്കോളയെ കുറിച്ചും പ്ലാച്ചിമടയെ കുറിച്ചും, ഞാൻ അങ്ങനെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴും അങ്ങനെ പറയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം കൊക്കക്കോളയെ കുറിച്ച് ഇവിടെ പറയുണ്ടായി. സാർ, കൊക്കക്കോള കൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ്. അങ്ങക്ക് അതിലൊരു പങ്കുമില്ലാത്തത് കൊണ്ട്, കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയതെന്ന് അങ്ങക്ക് അറിയാത്തതാണ്. ഈ സഭയിൽ എന്നോടൊപ്പമുള്ള ആലത്തൂർ അംഗം ശ്രീ കെ ഡി പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായ DYFIയുടെ ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് ഞാനതിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരം VS ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ കേസിലെ പ്രതികളാണതിൽ, കേസിൽ പ്രതികളായിട്ടുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്, ശ്രീ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ സമരം 100% ശരിയായിരുന്നു. കാരണം മഴനിഴൽ പ്രദേശമായതുകൊണ്ടല്ല, ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം. ഭൂഗർഭ ജലചൂഷണം, ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി. 2 കാഡ്മിയം ഉൾപ്പെടെയുള്ളവ ഈ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി. 2 വിഷയമായിരുന്നു, ഒന്ന് ഭൂഗർഭ ജലചൂഷണം, 2 ജലസ്രോതസ്സുകളുടെ മലിനീകരണം. അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും പൂട്ടിച്ചതും. അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക, ഭൂഗർഭജലം എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും. വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി, ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അത് ഞങ്ങൾക്ക് ആ സമരത്തിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ്, ആ സമരത്തിൽ കേസിൽ പ്രതികളായ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ആ ആശങ്ക ശരിയായിട്ടുള്ളതല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് മഴവെള്ള സംഭരണത്തിൻ്റെ, അഹല്യയുടെ കാര്യം പറഞ്ഞു. അഹല്യയിൽ 15 മഴവെള്ള സംഭരണികളുണ്ട്. അവർ പൂർണ്ണമായി വെള്ളത്തിൻ്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്നത് അതിൽ നിന്നാണ്. അവർ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനില്ല, മറ്റ് യാതൊരു സ്രോതസ്സുകളുമില്ല, ഇതിൽ നിന്ന് മാത്രമാണ്. ഏതാണ്ട് 7-10 ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവരെന്നോട് പറഞ്ഞത് 7 മുതൽ 10 ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് പ്രതിദിനം ആവശ്യം, പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നിറവേറ്റുന്നത്. ഇവിടെ 5 ലക്ഷം ലിറ്റർ മാത്രമാണ് ആവശ്യം വരുന്നത്. അതിൽ ഒരു പങ്ക് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഒരു പങ്ക് കൊടുക്കുന്നത് അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ തീരുമാനപ്രകാരം കിൻഫ്രയിൽ നിന്നാണ്.
ബാക്കി മഴവെള്ള സംഭരണത്തിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു സർക്കാരിന് എന്താണ് ഇത്ര വാശി? സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം, ഇവിടെ വ്യവസായം കൊണ്ടുവരണം, നിക്ഷേപം കൊണ്ടുവരണം, സംസ്ഥാനത്തിന് വരുമാനമുണ്ടാക്കണം. അതാണ് ലക്ഷ്യം. അതല്ലാതെ ഇപ്പോൾ ഇവിടേക്ക് ഇതെല്ലാം വരുന്നു പുറത്തുനിന്ന്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി? കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായും എന്ന വാശി എന്താണ്?